നമസ്കാരം. കേരളത്തിലെ കോട്ടിട്ട ജഡ്ജിമാർ അല്ലെങ്കിൽ അവതാരങ്ങൾ അരോചകമാണ്. ഞാനല്ല പറഞ്ഞത്. കേരളത്തിലെ തന്നെ ആദ്യ വനിതാ അവതാരക, ദൂരദർശനിൽ നിന്ന് ഈ അടുത്തിടെ വിരമിച്ച ഹേമലത എന്ന മലയാളിക്ക് സുപരിചിതയായിട്ടുള്ള ദൂരദർശനിലെ അവതാരക ഇവരെക്കുറിച്ച് പറഞ്ഞ വാചകമാണ്. ഒരു അവതാരക അവരുടെ ജീവിതത്തിലെ ഔദ്യോഗിക റിട്ടയർമെന്റിന് ശേഷം ഒരു ഓൺലൈൻ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് തന്റെ ഇന്നത്തെ മാധ്യമ അവതാരങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പറയാതിരിക്കും? അരഗന്റ് എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അത്രമാത്രം അരോചകമാണെന്ന് അവർക്ക് എന്തുകൊണ്ട് പറയാൻ തോന്നിയെന്ന് പറഞ്ഞാൽ, അവരും ഇതേ മേഖലയിൽ ഇതേ തൊഴിൽ ചെയ്ത വ്യക്തിയാണ്. അതും ഒരു സർക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്. അവിടെ ഒരു അവതാരക എന്നുള്ള നിലയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ വളരെ വിശദമായി പറയുന്നുണ്ട്. അതായത് ഈ അവതാരങ്ങൾ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി തട്ടഹസിക്കേണ്ടവരല്ല എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. ഒന്ന് കേൾക്കാം. പലരും എന്താ പറയാ ഭയങ്കര അഗ്രസീവും അരഗന്റും ഒക്കെ ആയി അങ്ങ് മാറുകയാണ്. ഇപ്പം ന്യൂസ് ആങ്കേഴ്സ് ആണെങ്കിൽ പോലും അങ്ങനെ ആയി മാറുന്നു. അത് എന്നിട്ട് ഒരു കുറെ കഴിയുമ്പം ഇപ്പൊ എനിക്കൊന്ന് ജനങ്ങൾക്ക് പലർക്കും അത് അരോചകമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഓരോ പുതിയ പേരുകൾ വരെ വരുന്നത്. അതുകൊണ്ടാണ്. കാരണം അതെ, കാരണം അതിന് നമ്മൾക്ക് സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും, കാരണം ഒരു ആങ്കർ അയാളുടെ അജണ്ട പറയുക എന്നുള്ളതല്ലല്ലോ അയാളുടെ ലക്ഷ്യം. ഒരു കുറച്ച് ഒരു ഡിബേറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ വ്യൂസ് കൂടെ കേൾക്കാനുള്ള ഒരു പേഷ്യൻസ് അയാൾ കാണിക്കണമല്ലോ, ഏത് ആങ്കർ ആയാലും. ഇപ്പൊ അതിലും ഉച്ചത്തിൽ ഞാനാണ് അതിനെക്കാട്ടിലും വലിയ ആളെന്ന്. അപ്പൊ എനിക്കൊന്ന് ആ ഒരു അഗ്രസീവ്നെസ്സും ഈ കോലാഹലം ഒക്കെ കൊണ്ടായിരിക്കാം ഇപ്പോഴും പലരും എന്നോട് പറയുന്നുണ്ട്, ഇപ്പൊ ഞങ്ങൾ ദൂരദർശൻ ന്യൂസ് കാണാൻ എന്തൊരു സമാധാനമാണ് കാണാൻ. അപ്പൊ കാരണം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് കണ്ടാൽ തന്നെ അറിയാം, പലരും എന്തൊരു സമാധാനമാണ് നിങ്ങളുടെ ഇത് കാണാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ ഡിബേറ്റ് ആണെങ്കിലും വളരെ ഇതാണെന്നുള്ള. അതെ അതെ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ നമുക്കൊരു അഗ്രസീവ് ആവേണ്ട ആവശ്യമില്ല. ഇതാര് കേൾക്കാൻ? നമ്മുടെ അവതാരങ്ങൾക്ക് ഇപ്പൊ പരമ പുച്ഛം അങ്ങോട്ട് ഇറക്കും. എവരാര് നമ്മളെ ഉപദേശിക്കാൻ? ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഒരുപാട് കളവി എന്ന് വേണമെങ്കിൽ ഹേമലതയെ ഈ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഈ ഹുങ്കന്മാർ അല്ലെങ്കിൽ ഹുങ്കികൾ അധിക്ഷേപിച്ചു എന്ന് വരും. കാര്യം ഞാൻ 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 എന്തോ വലിയ സംഭവമെന്ന് സ്വയം അഭിരമിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെ അഭിരമിച്ച് ജീവിക്കുന്നവർക്ക് ഇങ്ങനെ ശരിയായിട്ടുള്ള രീതി അല്ലെങ്കിൽ ആ മേഖലയിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായത്തെ മാനിക്കാനൊന്നും ഇവർക്ക് മനസ്സുണ്ടാകില്ല. കാര്യം ഇവരുടെ മനസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇൻഡസ്ട്രി പോലെയാണ്. ഈ കോട്ടിട്ട് ഈ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നാൽ ഞാൻ ഒരു മഹത് സംഭവമാണ്, ഈ നാട്ടിൽ ഏതിനെയും കുറിച്ച് എനിക്ക് വിമർശിക്കാൻ ആരെ തോളിലും കയറാമെന്ന് ഒരു പൊതുചിന്ത ഇവരുടെ ഉള്ളിലുണ്ട്. ആ അഹങ്കാരമാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. പക്ഷേ ആ മേഖലയിലെ തുടക്കക്കാരി അല്ലെങ്കിൽ ഇതിന്റെ ഈ വിഷ്വൽ മീഡിയ എന്ന് പറയുന്ന സംവിധാനം വരുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രെയിമിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞ ഒരു വ്യക്തിക്ക് ആ ഒരു തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം കാണുമ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമില്ലാത്തതെന്നും ഒരു മാധ്യമ പ്രവർത്തകനും ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്ന് തോന്നിപ്പോകുന്നത് സ്വാഭാവികമായിട്ടും അവർ പഠിച്ച മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഹേമലതയെ മാപ്ര എന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ പേര് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമല്ലേ? അവർ ജനങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഇത് നിങ്ങളെ പറഞ്ഞ് ഒരിക്കലും ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലെന്ന ഉത്തമ ബോധ്യം എനിക്കുമുണ്ട്. പക്ഷേ ജനങ്ങളോട് ഇത് കാണിക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം അവരുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണല്ലോ ഈ വാചാടോപം മുഴുവൻ നടത്തുന്നത്. ഞങ്ങളാണ് ജനങ്ങളുടെ ശബ്ദമെന്ന് സ്വയം ധരിച്ചുകൊണ്ട് നടത്തുന്ന ഈ വിടുവായത്തരങ്ങൾ അത് ആ മേഖലയിൽ നിൽക്കുന്നവർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ആസ്വദിക്കുന്നില്ല. അതിലെ പരിണിതപ്രജ്ഞരായിട്ടുള്ള വ്യക്തികൾ പോലും ഇത് എന്ത് തരം അരോചക പ്രവർത്തനമാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ പരാജിതരാണെന്ന് ആ മേഖലയിലുള്ളവർ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ടെന്ന് ഇവിടത്തെ മാധ്യമ ജഡ്ജിമാർ മനസ്സിലാക്കിക്കോളൂ. ഇനിയും സ്വയം നിങ്ങൾക്ക് ഈ തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടാം. കാര്യം അണയാൻ പോകുന്ന തീയാണല്ലോ, ആളിക്കത്തും. കത്തട്ടെ എന്ന് തന്നെ ഈ സമൂഹം വിചാരിക്കുന്നുണ്ട്. കാര്യം വലിയ ദൂരം അങ്ങോട്ട് പോവില്ല. ഈ അടുത്ത കാലത്ത് തന്നെ ഇതിന്റെ ഒരു അടക്കം നടത്താനുള്ള ഒരു സൗഭാഗ്യം ഈ നാടിന് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോ പോകുന്നിടം വരെ പോകട്ടെ എന്നുള്ള ചിന്താഗതിയിലാണ് ജനം. ആ ഒരു ചിന്താഗതിക്ക് ഒരു പക്ഷേ ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിലാണ് അവർ റിട്ടയർമെന്റിന് ശേഷം ഹേമലത ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നതെന്ന് ഇവിടത്തെ പുങ്കവന്മാരായിട്ടുള്ള മാധ്യമ ജഡ്ജിമാർ ഒന്ന് മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ
അവരും ആഗ്രഹിച്ചിട്ടുള്ളൂ. വെറുതെ അവരെ തോളിക്കയറാൻ പോണ്ട. ഇനി അതിന്റെ പേരിൽ ഒരു ചർച്ച വെച്ച് അവരെ വെറുതെ അധിക്ഷേപിക്കാൻ നിൽക്കണ്ട. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതേ ഉള്ളൂ. അത് വളരെ വൃത്തിക്കും വെടുപ്പിനും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുമുണ്ട്.